ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ വാമൊഴിയായി പല ശൈലീ പ്രയോഗങ്ങളും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു ശൈലീ പ്രയോഗമാണ് വടി കൊടുത്ത് അടിവാങ്ങി. ഈ ശൈലിയെ അന്വർത്ഥമാക്കുന്ന ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കുറേ കാലങ്ങൾക്ക് മുൻപ് വടക്കുനിന്ന് ഒരു പൊതുവാൾ ചിരട്ടമൺ ഇല്ലത്ത് വൈദ്യം പഠിക്കുന്നതിനായി വന്നു താമസിച്ചു. ആൾ സമർത്ഥനായിരുന്നു എങ്കിലും അഹങ്കാരിയും ഭക്തിയില്ലാത്തവനും ആണെന്ന് അന്നു തന്നെ അയാളുടെ നടപടികളിൽ നിന്നും പലർക്കും അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇല്ലത്തുള്ളവരോ മറ്റ് ആരെങ്കിലുമോ അയാളെ ഒരിക്കലും ഗുണദോഷിച്ചിട്ടില്ല. സ്വതേ മറ്റുള്ളവരുടെ ഗുണദോഷം കേൾക്കാൻ അയാൾ സന്നദ്ധനല്ലെന്നുള്ള വാസ്തവം നാട്ടുകാർക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ് അതിന് അവരാരും ഒരുമ്പെടാതെ ഇരുന്നത്. ഇല്ലത്തുള്ളവർ ആരെയും ഗുണദോഷിക്കുക പതിവില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും കുറച്ചു കാലം കൊണ്ട് അയാൾ വൈദ്യശാസ്ത്രം ഒരുമാതിരി പഠിച്ചു. ചികിത്സാ വിഷയമായ പരിചയവും കുറെയൊക്കെ വശമാക്കി. ഒടുവിൽ ഗുരുദക്ഷിണയും കൊടുത്ത് നാട്ടിലേക്ക് തിരിച്ചു പോകുകയും ചെയ്തു. അടുത്ത വിജയദശമി ദിവസം വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. അതിന് മറ്റുള്ളവരോടൊപ്പം അയാളും വന്നു ചേർന്നു. പൂജയെടുപ്പ് കഴിഞ്ഞ് ഗ്രന്ഥങ്ങൾ യഥാസ്ഥാനം എടുത്തു വയ്ക്കുന്നതിന് അയാളും അന്ന് സംബന്ധിച്ചിരുന്നു. കുറേ കാലമായി ഗ്രന്ഥങ്ങളുമായി പരിചയപ്പെട്ട അയാൾ അതുകൊണ്ട് പ്രയോജനപ്രദങ്ങളായ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണെന്ന് അയാൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നത് കൊണ്ട് പ്രധാനമായ ഒരു ഗ്രന്ഥം ഗൂഢമായി അയാൾ കൈക്കലാക്കിക്കൊണ്ടാണ് തിരിച്ചു പോയത്. എന്നാൽ പൊതുവാൾ ഒരു ഗ്രന്ഥം തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ആരും തന്നെ അപ്പോൾ അറിഞ്ഞില്ല. സ്വദേശത്തെത്തിയ പൊതുവാൾ അത് നോക്കി പല ചികിത്സകളും ചെയ്തു. തന്മൂലം അയാൾക്ക് പേരും പെരുമയും അല്പകാലം കൊണ്ട് ഉണ്ടാകുന്നതിനും ഇടയായി. അങ്ങനെയിരിക്കെ അടുത്ത നവരാത്രിക്കാലം വന്നു. പൂജവയ്പ്പിന് ഗ്രന്ഥങ്ങൾ എടുത്തപ്പോഴാണ് ഒരു ഗ്രന്ഥം കുറവുണ്ടെന്ന് ഇല്ലത്തുള്ളവർക്കും തൽക്കാലം പഠിച്ചു താമസിക്കുന്ന ശിഷ്യർക്കും മനസ്സിലായത്. അന്വേഷണത്തിൽ പൊതുവാൾ തട്ടിക്കൊണ്ടു പോയിരിക്കുമെന്ന് എല്ലാവരും തീരുമാനിച്ചു. പൊതുവാൾ വരികയാണെങ്കിൽ ചോദിക്കണമെന്ന് അന്നത്തെ വലിയ മോസ് അവർകൾ നിശ്ചയിക്കുകയും ചെയ്തു. വിജയദശമി ദിവസം പതിവ് പോലെ പൊതുവാളും എത്തി. വിദ്യാരംഭം കഴിഞ്ഞ ഉടനെ ഗുരു പൊതുവാളിനെ അടുക്കൽ വിളിച്ചു. ഒരു ഗ്രന്ഥം എടുത്തുകൊണ്ട് പോയി ഇല്ലേ എന്നു ചോദിച്ചു. പൊതുവാളിന് ഇതു കേട്ടപ്പോൾ നീരസമാണുണ്ടായത്. അയാൾ എടുത്തിട്ടില്ലെന്ന് തന്നെ ഉറപ്പായി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗുരുനാഥനായ വലിയ മോസ് അവർകൾക്ക് ദേഷ്യം കലശലാവുകയുണ്ടായി. എടാ, മോഷണം നന്നല്ല, അതിനോടുകൂടി അസധ്യ ഭാഷണവും. ചോദിച്ചാൽ ഞാൻ തരുമായിരുന്നു, അതും നീ ചെയ്തില്ല. ഇപ്പോഴും ചെയ്ത തെറ്റ് ഏറ്റുപറയാൻ ഭാവവുമില്ല. ഇതിൻ്റെയൊക്കെ ഫലം നീ അനുഭവിക്കും എന്നായിരുന്നു ആ ശുദ്ധാത്മാവിൻ്റെ പിന്നത്തെ സംസാരം. അഹങ്കാരിയായ പൊതുവാൾ അപ്പോൾ തന്നെ കോപിഷ്ഠനായി ഭക്ഷണം പോലും കഴിക്കാതെ ഇറങ്ങിപ്പോയി. പോകുന്ന അവസരത്തിൽ ഇതിനു തക്ക ഫലം ഞാൻ അനുഭവിപ്പിക്കും. ഗുരുവായാലെന്ത് ആരായാലെന്ത്, അധിക്ഷേപത്തിനും ഒരു അതിര് വേണം
എന്നും മറ്റു പലരോടും പറയുകയുണ്ടായി. പൊതുവാളിൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നും തന്നെ ആർക്കും പിടിച്ചില്ല. അവരെല്ലാം അയാളെ കുറ്റപ്പെടുത്തിയതേയുള്ളൂ. സ്വദേശത്തെത്തിയ പൊതുവാൾ ഗുരുദ്രോഹത്തിനുള്ള വഴികൾ പലതും ആലോചിച്ചു. അവയൊന്നും ദൂരദേശത്തിരുന്നു കൊണ്ട് ചെയ്യുവാൻ നിവൃത്തിയില്ലെന്ന് കണ്ടപ്പോൾ അയാൾ മാന്ത്രിക പ്രയോഗം തന്നെ ഉത്തമമെന്ന് ദൃഢനിശ്ചയം ചെയ്തു. അതനുസരിച്ച് പ്രസിദ്ധനായ ഒരു മാന്ത്രികനെ വരുത്തി അവനെക്കൊണ്ട് ഒരു ചാത്തനെ ചിരട്ടമൺ ഇല്ലത്തേക്ക് അയപ്പിച്ചു. അതിനുശേഷം ആ ദുഷ്ടൻ അതിൻ്റെ ഫലമെന്തെന്നറിയുവാൻ ഗൂഢമായി അന്വേഷണം ചെയ്തുകൊണ്ടിരിപ്പായി. കഷ്ടം, ശിഷ്യൻ്റെ ഗുരുഭക്തി ഇത്തരത്തിലായിപ്പോയത് പാപത്തിൻ്റെ ശക്തി കൊണ്ടെന്നല്ലാതെ എന്താണ് പറയുക? ചിരട്ടമൺ ഇല്ലത്തെത്തിയ ചാത്തന് അവിടെ ഒരു ദ്രോഹപ്രവൃത്തിയും ചെയ്യുവാൻ സാധിച്ചില്ല. ചാത്തന്മാർ ദുർദൈവങ്ങളാണല്ലോ. അവർക്ക് ഭദ്രകാളി, ഗണപതി, ഹനുമാൻ ഈ മൂർത്തിവിശേഷങ്ങളെ ബഹുഭയമാണ്. ഇവരിൽ ആരുടെ എങ്കിലും അധിവാസമുള്ള സ്ഥലത്ത് പ്രവേശിക്കുവാൻ പോലും ചാത്തനു സാധിക്കുകയില്ല. ചിരട്ടമൺ ഇല്ലക്കാർക്ക് പൂവാങ്കുളങ്ങര ഭദ്രകാളിയുടെ അനുഗ്രഹമുണ്ടായിരുന്നു. അതാണ് ചാത്തനെ കൊണ്ട് ഒന്നും ചെയ്യിക്കുവാൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ വന്നത്. സാധ്യമല്ലാത്ത കാര്യത്തിന് നിയോഗിച്ചാൽ തിരിഞ്ഞു പായുന്ന ഒരു സ്വഭാവം ചാത്തന് വിശേഷ വിധിയായിട്ടുണ്ട്. തന്മൂലം പ്രസ്തുത ചാത്തൻ പൊതുവാളിനെ തന്നെ ഉപദ്രവിക്കാൻ വട്ടം കൂട്ടി. ഇതെന്തു കഥയെന്നറിയാതെ അയാൾ പരിഭ്രാന്തനായി ജ്യോതിഷിനെ വിളിച്ചു വരുത്തി പ്രശ്നം വെപ്പിച്ചു. അപ്പോഴാണ് കാര്യം അയാൾക്ക് മനസ്സിലായത്. ഇനി എന്താണ് വേണ്ടത് എന്നായി അയാളുടെ ആലോചന. മന്ത്രവാദിയെ വീണ്ടും കണ്ട് കാര്യങ്ങൾ അറിയിച്ചപ്പോൾ ഈ ചാത്തനെ കൊണ്ട് തന്നെ ആ ഭദ്രകാളിയുടെ ശക്തിയെ ക്ഷയിപ്പിക്കണം, അല്ലാതെ വേറെ മാർഗങ്ങൾ ഒന്നും തന്നെയില്ല. അങ്ങനെ ചെയ്യാതെ ഇരുന്നാൽ അങ്ങേക്കു തന്നെയാണ് ദോഷം. ചാത്തൻ ചിരട്ടമൺ ഇല്ലത്തു ചെയ്യാനുള്ളതെല്ലാം അങ്ങയുടെ ഭവനത്തിൽ ചെയ്യും എന്നാണ് മന്ത്രവാദി പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഭീതി ഒന്നുകൂടി വർദ്ധിച്ചു. ഏതായാലും ആ മന്ത്രവാദിയെ കൊണ്ട് തന്നെ ചില പ്രയോഗങ്ങൾ ചെയ്യിച്ച് ചാത്തനെ പൂവാങ്കുളങ്ങര ദേവിയുടെ നേർക്കയച്ചു. ചാത്തൻ ഗൂഢമായി ചിതലിൻ്റെ രൂപത്തിൽ ചെന്ന് ദേവീ വിഗ്രഹം പുറ്റുകൊണ്ട് മൂടുകയും അശുദ്ധ പദാർത്ഥങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ വിതറുകയും ചെയ്തു. പതിവിൻപടി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ ഇളയത് ഒരു ദിവസം നട തുറന്നപ്പോൾ പുറ്റുവന്നു ദേവീ വിഗ്രഹം മൂടിയിരിക്കുന്നതായി കണ്ടു. അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം അപ്പോൾ തന്നെ ആ വിവരം നാട്ടുകാരെ അറിയിക്കുകയുണ്ടായി. അല്പസമയത്തിനുള്ളിൽ ചിരട്ടമൺ ഇല്ലത്തും ചാത്തൻ ചില കുരുത്തക്കേടുകൾ കാണിക്കുന്നു എന്ന് നാട്ടുകാർക്ക് അറിയുവാൻ ഇടയായി. ഇതിനുള്ള ഹേതു എന്താണെന്നറിയണമെന്നായി എല്ലാവരുടെയും ആഗ്രഹം. ചിരട്ടമൺ ഇല്ലക്കാരുടെ ആലോചനയും അതുതന്നെയായിരുന്നു. അതനുസരിച്ച് കൊടുങ്ങല്ലൂർ പോയി പ്രശ്നം വയ്പ്പിച്ചതിൽ കർമ്മത്തിൻ്റെ ഹാനി നിമിത്തം ദേവിക്ക് ആഭിചാരദോഷം പ്രതിഷ്ഠാബിംബം വഴി തട്ടിയിട്ടുണ്ടെന്നും തന്മൂലം അശുദ്ധി ബാധിച്ചിരിക്കുന്നു എന്നും പരിഹാരാർത്ഥം നാട്ടുകാർ ദേവീഭജനവും വിശേഷിച്ച് ശുദ്ധികലശം മുതലായവയും കഴിക്കേണ്ടതാണെന്നും അതുകൊണ്ട് ദോഷശമനവും ശക്തിവർദ്ധനയും ഉണ്ടാകുമെന്നും അറിയുവാനിടയായി. ഉടൻ തന്നെ നാട്ടുകാർ സ്ഥലത്തെത്തി ഭജനവും ശുദ്ധികലശവും നടത്തി. അതോടുകൂടി വിഗ്രഹത്തെ ബാധിച്ചിരുന്ന പുറ്റ് അല്പാൽപമായി കുറയുകയും ചെയ്തു. എങ്കിലും പൂർണ്ണമായി കുറയുന്നതിന് ഒരു മണ്ഡലകാലം തന്നെ വേണ്ടിവന്നു.
ഇതിനിടയ്ക്ക് ചിരട്ടമൺ ഇല്ലത്തു ചാത്തൻ പല ഉപദ്രവങ്ങളും ചെയ്യുകയുണ്ടായി. ആഹാരം പോലും വേണ്ട വിധത്തിൽ കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ അവർ വളരെ ബുദ്ധിമുട്ടി. ഒടുവിൽ പൂവാങ്കുളങ്ങര ദേവിയെ തന്നെ അവരും ശരണം പ്രാപിച്ചു. എങ്കിലും ശക്തിഹീനയായതുകൊണ്ട് ദേവിക്ക് ആദ്യം ഒരു പ്രതിവിധിയും ചെയ്യുവാൻ സാധിക്കാതെ വന്നു. മണ്ഡലകാലം കഴിഞ്ഞതോടുകൂടി ദേവിക്ക് സ്വതേയുള്ള ശക്തി വർദ്ധിച്ചു. ദേവി കോപിഷ്ഠയായി. ചാത്തൻ ഭയവിഹ്വലനായി അവിടെ നിന്നും പാഞ്ഞു. ദേവി അവനെ വിട്ടയക്കുമോ? അങ്ങനെയിരിക്കെ ദേവിയുടെ വെളിച്ചപ്പാടായ ചെറുവര നീലകണ്ഠനാശാൻ കലി കയറി തുള്ളി. കുറേ കാലമായി തുള്ളാതെയിരുന്ന വെളിച്ചപ്പാട് തുള്ളിത്തുടങ്ങിയപ്പോൾ ആകപ്പാടെ എല്ലാവർക്കും ഭയമായി. അയാൾ പൂവാങ്കുളത്തിൽ ചാടി മുങ്ങി ക്ഷേത്രത്തിനുള്ളിൽ കടന്നു വാളും ചിലമ്പും ശൂലവും എടുത്ത് പുറത്തു വന്നു. എന്നെ ഉപദ്രവിച്ചവനെ ഇതാ ഈ പനയിൽ ഞാൻ തറച്ചിരിക്കുന്നു എന്ന് ഗർജിച്ചുകൊണ്ട് കയ്യിലിരുന്ന ശൂലം നടയിൽ വടക്കുമാറി ഇന്നും നിൽക്കുന്ന പനയിലേക്ക് ചാട്ടിവിട്ടു. അത് പനയിൽ കൊണ്ടു കയറി നിന്നു വിറയ്ക്കുന്നത് കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടുപോയി. ഉടൻ തന്നെ അയാൾ വാളുമായി ചിരട്ടമൺ ഇല്ലത്തു ചെന്ന് അകത്തു കയറി മേൽക്കൂരയിലെ പല ഭാഗങ്ങളിൽ നിന്നും ചില ചെമ്പ് തകിടുകളും ഓലക്കഷ്ണങ്ങളും വാൾ കൊണ്ട് ചികഞ്ഞെടുത്ത് താഴെയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി ഭയം വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് ക്ഷേത്രനടയിൽ നിന്നിരുന്നവരോട്, ഈ പ്രവൃത്തി ചെയ്ത ദുഷ്ടൻ ഇന്നേക്ക് 12-ാം ദിവസം പടിഞ്ഞാറേ കായലിൽ ഒഴുകി വരും, സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞ് കലി അടങ്ങുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ ക്ഷീണം തീർന്നെണീറ്റ് വൃദ്ധനായ നീലകണ്ഠാശാർ സ്വന്തം വീട്ടിലേക്ക് പോകാൻ അനന്തരവൻ അയാളുടെ വടിയെടുത്തു കൊണ്ടുവന്ന് കൊടുക്കേണ്ടതായിട്ടാണ് വന്നത്. ഈ വർത്തമാനങ്ങൾ ഒന്നും അറിയാതെ തന്നാൽ അയക്കപ്പെട്ട ചാത്തൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയിരിക്കുന്നുവെന്ന് അറിയാനായി പുറപ്പെട്ട പൊതുവാൾ വഴിക്ക് വെച്ച് മസൂരി ബാധിച്ച് ഒരിടത്തും കിടക്കുവാൻ സ്ഥലം കിട്ടാതെ കൊടുങ്ങല്ലൂർ കായൽ വക്കിൽ ഒരു രാത്രി കഴിച്ചുകൂട്ടുകയും ബുദ്ധിക്ക് സ്ഥിരതയില്ലാതെ പ്രഭാതത്തിൽ കായലിൽ ചാടുകയും ചെയ്തു. പൊതുവാളിൻ്റെ ഈ ചാട്ടം ആരും കണ്ടില്ല. കണ്ടാലും വസൂരി ബാധിച്ചിരിക്കുന്ന ഒരാളെ ആരാണ് കരയ്ക്ക് കയറ്റാൻ ഒരുങ്ങുന്നത്? 2 ദിവസം കഴിഞ്ഞപ്പോൾ ചത്തു ചീഞ്ഞ ശവം കൊച്ചിക്കടുത്ത് വന്നു പൊങ്ങി. അത് അവിടെ നിന്നും ഓളം തള്ളി തണ്ണീർമുക്കത്തിന് കുറേ തെക്കുവരെ വന്നതായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നത്തെ സ്ഥിതി ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. ചിരട്ടമൺ ഇല്ലത്ത് നിന്നും മോഷ്ടിക്കപ്പെട്ട ആ ഗ്രന്ഥം അപ്പോഴും അയാളുടെ മടിയിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു പോലും. അശുദ്ധമായ ആ ഗ്രന്ഥം പിന്നീട് ആരും എടുക്കുകയുണ്ടായില്ല. അത് വേമ്പനാട്ടുകായലിൽ കിടന്ന് അഴുകിൽ മണ്ണായി മണ്ണിനോടൊപ്പം അലിഞ്ഞു ചേർന്നു.